ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ഇന്നത്തേത് ഞങ്ങളുടെ ക്രിസ്മസ് വ്ലോഗാണ് കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വ്ലോഗ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഇതൊരു ഓർമ്മച്ചെപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശേഷങ്ങളടങ്ങി ഒരു വ്ലോഗ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ വ്ലോഗ് 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ വന്നാൽ നമുക്ക് ഡൗൺലോഡ് ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസംബർ 24 വിശേഷങ്ങളടങ്ങിയതാണ് ഇന്നത്തെ വ്ലോഗ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ഡേയുടെ വിശേഷങ്ങളടങ്ങി അടുത്ത വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇത്തവണ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ക്രിസ്മസ് വില്ലേജ്. ഇതിൻ്റെയൊക്കെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർ ദയവായിട്ടൊന്ന് നമ്മുടെ ഷോർട്സിലൊന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി, അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 25 ദിവസം കൊണ്ടാണ് നമ്മുടെ വീടൊക്കെ നമ്മൾ ആ ഒരു ക്രിസ്മസ് തീമിൽ ഒരുക്കിയത്. അപ്പോൾ നമ്മൾ 25ാമത്തെ ദിവസമാണ് പുൽക്കൂട് കാണിക്കുന്നത് കേട്ടോ. പുൽക്കൂടിൽ ഉണ്ണീശോയെ വെക്കുന്നത്. പുൽക്കൂടൊക്കെ നേരത്തെ ഒരുക്കി ഓരോ ഡേയ്സായിട്ട് ട്രീ ഒരു ദിവസം അങ്ങനെ ഓരോ ദിവസങ്ങൾ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ ഒരുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഷോർട്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ 24th ഡേ ആണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ ഒരു ഡിന്നർ പാർട്ടി. നമ്മൾ നൈറ്റ് ഒരു വെസ്റ്റേൺ ഒരു സ്റ്റൈലിലുള്ള ഒരു ഡിന്നർ പാർട്ടി ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫുൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിന്ന് പോർക്കിൻ്റെ ഒരു ഹണി ചില്ലി പോർക്ക് അല്ലെങ്കിൽ ഹണി പെപ്പർ ചില്ലി പോർക്കാണ് ചെയ്യുന്നത്. ഹണിയും പെപ്പറും പിന്നെ ഒരു ചില്ലിയും മാത്രം ഇട്ടിട്ട് മുളക് പൊടി ഒന്നും യൂസ് ചെയ്യാണ്ട് ഒരു വെസ്റ്റേൺ രീതിയിലുള്ള ഒരു പോർക്ക് റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു വെസ്റ്റേൺ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് ആഡിങ്സും കൂടെ ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ സോയാ സോസൊക്കെ ഒഴിച്ച് അത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ പോർക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തതാണ്. നമ്മുടെ ടേബിൾ റണ്ണറൊക്കെ വിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർട്ടി മോഡിലോട്ട് വരുമ്പോൾ അതും കൂടി ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തു എന്നുള്ളൂ. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്സായിട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഡിസംബർ 24 ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഓരോ ദിവസങ്ങളായിട്ട് ക്രിബും അതുപോലെ തന്നെ ക്രിസ്മസ് വില്ലേജും എല്ലാം ഞാൻ ഓരോ ദിവസങ്ങളായിട്ടാണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹെർബറി ആയിരുന്നില്ല. ഓരോ ഡേയ്സിലുമായിട്ട് ഒരുക്കിക്കൊണ്ട് ഭയങ്കര സ്മൂത്തായിരുന്നു നമുക്ക് ഡെക്കറേഷനൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 25 ദിവസത്തെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ടേബിളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഈ ഒരു റണ്ണറും ഇതൊക്കെ എനിക്ക് ഇത്തവണത്തെ ഞങ്ങളുടെ മാരേജ് ആനിവേഴ്സറിക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തത് ഞങ്ങളുടെയൊക്കെ ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് കല്യാണം നമുക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ടൈമല്ല, 2011 കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ മാരേജ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആനിവേഴ്സറിക്ക് ഏട്ടൻ എനിക്ക് തന്ന ഗിഫ്റ്റായിട്ട് തന്നതാണ് ഇത്തവണ ഈ ഒരു റണ്ണറൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാ തവണയും ഞാനിപ്പോൾ ഇതുപോലെ റണ്ണർ വിരിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയാണ് റണ്ണറൊക്കെ മേടിച്ചത്. അപ്പോൾ ഞാൻ ഇതും ഷോർട്സായിട്ട് കൊടുത്തതാണ്. ഇത്തവണത്തെ ഡിന്നർ പാർട്ടിയുടെ ഹൈലൈറ്റാണ് നമ്മുടെ ഈ ഒരു അപ്പോൾ നമ്മുടെ ഈ ട്രീ തന്നെ നമ്മുടെ ആ ഒരു ഡിന്നർ പാർട്ടിയുടെ ഹൈലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ക്രിസ്മസിന് തന്നെയല്ല എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ട്രീ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലെറ്റ്യൂസ് ലീഫ് വെച്ചിട്ടും ചെറി വെച്ചിട്ടുമാണ് പൈനാപ്പിളിലും അതുപോലെ തന്നെ കുക്കുംബറിലുമാണ് ഞാനത് സെറ്റ് ചെയ്തത്. പിന്നീട് നമ്മുടെ മെയിൻ താരം നമ്മുടെ ചിക്കനെ അങ്ങ് ഗ്രില്ല് ചെയ്ത് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ എയർ ഫ്രയറിലാണ് ഗ്രില്ല് ചെയ്തത്. അപ്പോൾ നമ്മളതിൻ്റെ മസാലയൊക്കെ ഉച്ച തുടങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഉച്ചയല്ല, രാവിലെ തന്നെ വെച്ചതാണ്. അപ്പോൾ മാരിനേറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഓവനിലാണ് ചെയ്തത്. പക്ഷേ നമ്മൾ എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതിൻ്റെ പൊക്കത്തോട്ട് നമ്മളതിനെ ഹോം മെയ്ഡായിട്ട് ചെയ്ത സോസാണ്. നമ്മുടെ എല്ലാ സൈസ് സോസുകളും കൂടെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ ആ ഒരു സോസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വെസ്റ്റേൺ ടച്ചിലാണ് ഞാനിത് ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ ബാക്ക് ഡ്രോപ്പ്. ഇതൊക്കെ നമ്മൾ ഓരോരോ ദിവസത്തെ ഡെക്കോറിൽ നമ്മൾ ഷോർട്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വൈൻ ഗ്ലാസ്സിൽ വൈനൊക്കെ എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബീറ്റ്റൂട്ട് ഡിപ്പ് ചെയ്ത ആ ഒരു സ്ട്രേഞ്ചർ ബീറ്റ്റൂട്ട് റെസിപ്പി എന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിനകത്തെ ആ ഒരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടറും എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അതൊക്കെ ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു റീലിന് വേണ്ടിയിട്ട് പിടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ എല്ലാം വെച്ചു. അതിന് ശേഷം ഏട്ടനും മക്കളൊക്കെ വന്നു. നമ്മുടെ ആ ഒരു ഡിന്നർ പാർട്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് ലേറ്റ് നൈറ്റ് ഡിന്നർ പാർട്ടിയാണ് കേട്ടോ. അതായത് ക്രിസ്മസിൻ്റെ തലേ ദിവസം ഡിസംബർ 24 നമ്മളെ
ലേറ്റ് നൈറ്റ് നടത്തുന്ന ഈ ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10:30ക്കാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മക്കളൊക്കെ അതും ഇതുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഈ ഒരു ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പാതിരാ കുർബാനയ്ക്ക് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു കേക്ക് കട്ടിങ്ങും ഇതൊക്കെ ചെയ്യുക. നമ്മൾ ന്യൂ ഇയറിന് അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ നമുക്ക് ഇത്തവണ നമ്മൾ മോർണിംഗ് മാസിനാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 10:30 to 12 ഉണ്ണീശോനെ പുൽക്കൂട്ടിൽ വെക്കാനായിട്ട് അപ്പം അതിനാണ് നമ്മൾ ആ ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഫുഡ്, അല്ലെങ്കിൽ വെറൈറ്റി ഫുഡൊക്കെ ആയിട്ട് ആഘോഷിക്കുക. ആഘോഷ രാവിലാണ് നമ്മുടെ ക്രിസ്തുരാജൻ ഭൂമിയിലേക്ക് പിറന്നു വന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ ഒരു ഡിന്നർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ കേക്ക് കട്ടിങ് കഴിഞ്ഞു. നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഭവങ്ങൾ. നമ്മൾ സ്റ്റാർട്ടറായിട്ട് നമ്മുടെ നഗറ്റ്സും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ചിക്കൻ പോപ്സും ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ അതിൽ നഗറ്റ്സും ആ ഒരു ചിക്കൻ പോപ്സ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ്. ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് മാത്രം ആണ് ഉപയോഗിച്ചത്. അതിനുശേഷം ഇതുപോലെ ചിക്കൻ വിങ്സും അതുപോലെ തന്നെ പൊട്ടറ്റോ സ്മാഷും അതിന് ബീട്രൂട്ട് സോസും അതുപോലെ തന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള ആ ഒരു സോസിലിട്ട ഒരു ഡിപ്ഡ് സോസാണ്. അതിൻ്റെ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആൽഫ്രഡോ ചിക്കൻ പാസ്തയാണ് ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഗ്രിൽഡും ബ്രെഡും ഉണ്ടായിരുന്നു. ചിക്കൻ ഗ്രിൽഡ് ആ ഒരു ഹണി ഗ്രേപ്പും എല്ലാം ഇട്ടിട്ടുള്ളൊരു സോസാണ് കേട്ടോ, ഒരു വെറൈറ്റി സോസാണ്. ഞാനത് പിന്നീട് ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്സ് ഞാനത് കൊടുക്കാം കേട്ടോ. അതിൽ വൈനൊക്കെ ഇട്ടിട്ടുള്ളൊരു സോസാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഗ്രേപ്പ് വൈനൊക്കെ ഇട്ടിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു വൈനൊക്കെ ജ്യൂസി ആയിരിക്കും ആ ഒരു ചിക്കൻ. അതിന് ശേഷം നമ്മളിതാ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ ടൈമായി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കോഴ്സിൽ വരുന്നത് ബട്ടർ ഗാർലിക് റൈസും പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മൾ പോർക്ക് മാരിനേറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ നമ്മൾ ഹണി ചില്ലി പെപ്പർ പോർക്കാണ്. അപ്പോൾ അതിൽ ചില്ലിയും പെപ്പറും മാത്രമാണ് എരിവിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഹണിയാണ് ഇടുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടാണ് കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തത്. പിന്നീട് നമ്മുടെ ഡിന്നറിൻ്റെ ടൈമായി നമ്മൾ എൻജോയ് ചെയ്ത് ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ. അതാണ് ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഇതിൻ്റെ ഒരു വൈബ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് വൈബാണ്. മക്കൾ ഒത്തിരി എൻജോയ് ചെയ്യുന്ന നിമിഷങ്ങളാണ്. നമ്മളൊരു 1.5 മണിക്കൂർ എടുത്താണ് ഇതൊക്കെ കഴിച്ച് തീർത്തത്. വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി ക്രിസ്മസ് പാർട്ടി നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടില്ല, കാരണം ഇരുട്ടാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ ഒരു 7 തിരിയുള്ള വിളക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് സമയം എൻജോയ് ചെയ്താട്ടോ ഈ ഒരു ക്യാൻഡിലൊക്കെ ഈ ഒരു പാർട്ടി എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. താങ്ക്